സംസ്ഥാനത്തെ ഈദ്ഗാഹുകളിൽ വിവാദ ചിത്രം കേരള സ്റ്റോറിക്ക് രൂക്ഷ വിമർശനം. വസ്തുതാവിരുദ്ധമായ സിനിമയുടെ കുപ്രചരണത്തിൽ വീഴരുതെന്ന് പാളയം ഇമാം വി സുഹൈബ് മൗലവി പറഞ്ഞു. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല കേരളത്തിലെ മതേതരത്വമെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ പ്രതികരിച്ചു. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരാൻ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് സലാഹുദ്ദീൻ മദനി ആഹ്വാനം ചെയ്തു. കേരള സ്റ്റോറി സിനിമാ പ്രദർശനവും വിവാദവും കത്തി നിൽക്കുന്നതിനിടെയുള്ള ചെറിയ പെരുന്നാൾ. തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ എല്ലാ ഈദ്ഗാഹുകളിലും അതിരൂക്ഷമായ വിമർശനമാണ് കേരള സ്റ്റോറിക്കെതിരെ ഉയർന്നത്. പെരുന്നാൾ പ്രസംഗത്തിൽ മതപണ്ഡിതരെല്ലാം സിനിമയുടെ രാഷ്ട്രീയത്തെയും പ്രദർശന ഉദ്ദേശത്തെയും കടന്നാക്രമിച്ചു. സിനിമ പ്രദർശിപ്പിക്കുന്നവർ കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമാവരുതെന്ന് പാളയം ഇമാം പറഞ്ഞു. സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. മതേതര പാരമ്പര്യമാണ് കേരളത്തിന്റെ ചരിത്രമെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞു. നോക്കൂ, കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം എത്ര മനോഹരമാണ്. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചത് കാര്യമില്ല, ജനങ്ങളത് അംഗീകരിക്കില്ല. ഒരുപടി കൂടി കടന്ന് മതേതരത്വത്തിന് ശക്തി പകരാൻ വോട്ട് ചെയ്യണമെന്നായിരുന്നു സലാഹുദ്ദീൻ മദനിയുടെ ആഹ്വാനം. അങ്ങനെ എല്ലാ വോട്ടുകളും ഈ പറഞ്ഞ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരുന്ന ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ദുർവീകരണം നടത്താൻ പാടില്ല എന്ന് ചിന്താഗതിയുള്ള ആ ഒരു വിഭാഗത്തെ അങ്ങോട്ട് ഏറ്റാൻ വേണ്ടിയുള്ള ഭഗീരഥ യജ്ഞം ഈ റമദാന് ശേഷം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിന് എല്ലാവരെയും പ്രാപ്തരാക്കുകയും വേണം. ക്രിസ്ത്യൻ സഭകൾ ഒന്നൊന്നായി സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെയും വിമർശനമുയർന്നു. കോൺഗ്രസും CPM-ഉം സിനിമകൾക്കെതിരെ പരസ്യ നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ എന്നതും ശ്രദ്ധേയം. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെക്കുന്ന BJP-ക്കെതിരെ പ്രചരണം ശക്തമാക്കാൻ ഈദ് സന്ദേശങ്ങൾ മുന്നണികൾ ആയുധമാക്കുമെന്നതും ഉറപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.